എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി.ബി. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളെ സംബന്ധിച്ച് 4 ദിവസത്തെ ട്രേഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റ് മാർക്കറ്റുകൾക്കെല്ലാം തന്നെ 5 ദിവസത്തെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച വരെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിരുന്നു. വ്യാഴാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം വ്യാഴാഴ്ച വൈകുന്നേരം യൂറോപ്യൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച S&P 500 പ്രീവിയസ് ടോപ്പിൽ നിന്ന് 10% വരെ താഴെ വന്നിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ വലിയ രീതിയിൽ റീബൗണ്ട് ചെയ്തിരിക്കുകയാണ്. 2% ഇൻഡെക്സുകളെല്ലാം തന്നെ വെള്ളിയാഴ്ച റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 4th വീക്കിലി ലോസാണ് അമേരിക്കൻ മാർക്കറ്റുകൾക്കുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ. അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വലിയ രീതിയിലുള്ള റിക്കവറിയാണ് നമ്മൾ ചൈനീസ് മാർക്കറ്റിൽ കണ്ടത്. അറൗണ്ട് 3% മേജർ ഇൻഡെക്സുകളെല്ലാം തന്നെ ചൈനയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് ഗവൺമെൻറ് നാളെ വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഏഷ്യൻ മാർക്കറ്റിലൊരു ജൂബിലൻ്റ് മൂഡാണ് ചൈനയുടെ റിക്കവറിക്ക് ശേഷം. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച സ്പോട്ട് ഗോൾഡ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് $34.94 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $3017.1 പെർ ഔൺസ് ആണ്. ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ. ക്ലോസ് ചെയ്തിരിക്കുന്ന ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $31.1 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് $2985 പെർ ഔൺസിനാണ്. ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ചൈനയിലെ ETF-കളിൽ കൂടി വലിയ രീതിയിലാണ് ജനങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൈനീസ് സെൻട്രൽ ബാങ്ക് വീണ്ടും കഴിഞ്ഞ മാസത്തിൽ ഗോൾഡ് വാങ്ങി കൂട്ടിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് ഫർദറും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പല പോഡ്കാസ്റ്റുകളിലും ഇത്തരത്തിലുള്ളൊരു കമൻട്രി തന്നെയാണ് ഗോൾഡിനെ കുറിച്ച് കൊടുത്തിരുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ എലോൺ മസ്കിൻ്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് ഗവൺമെൻറ് ജോബുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ജോബിലുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. പക്ഷേ അവിടെ നടത്തിയിട്ടുള്ള സർവേകളൊക്കെ പറയുന്നത് അമേരിക്കൻ ജനത ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് ഫേവറബിളാണ്. കാരണം പ്രൊഡക്ടിവിറ്റി കൂട്ടണം ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സ് കൊണ്ടാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് അമേരിക്കൻ GDP ഗ്രോ ചെയ്തിരിക്കുന്നത്. അത് ഡെഫിസിറ്റ് സ്പെൻഡിങ്ങിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ മാറ്റി പ്രൊഡക്ടിവിറ്റി കൂട്ടി കൂടുതൽ പ്രൈവറ്റൈസേഷനും പ്രൈവറ്റ് കമ്പനികളുടെ ക്യാപെക്സിന് ഉതകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരണമെന്നാണ് അമേരിക്കൻ ജനതയുടെ അഭിപ്രായം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ എതിർപ്പുണ്ടായാൽ പോലും ഒരുപക്ഷെ എലോൺ മസ്ക് ഇത്തരത്തിലുള്ള എംപ്ലോയി റിഡക്ഷൻ പ്ലാനുകളും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്ലാനുകളായിട്ട് മുന്നോട്ട് പോകാനാണ് ചാൻസസ് കൂടുതൽ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അമേരിക്കയിൽ വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതേസമയം പീക്കിൽ നിന്ന് 10% താഴെ വളരെ പെട്ടെന്ന് അമേരിക്കൻ ഇൻഡെക്സുകളും താഴെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് ലെവലിലേക്ക് പല സ്റ്റോക്കുകളും അമേരിക്കയിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിലൊരു കൺസോളിഡേഷൻ മോഡൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വീക്കാണ്. സെൻറ്റിമെൻറ്റ് ഇൻഡെക്സൊക്കെ ഇപ്പോൾ പറയുന്നത് വലിയ രീതിയിൽ അടുത്ത 6 മാസത്തേക്കും അമേരിക്കൻ മാർക്കറ്റുകൾ താഴെ വരുന്നൊക്കെ തന്നെയാണ്. പക്ഷേ അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഫാൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്നാണ്. തീർച്ചയായിട്ടും ഇത് ഗ്ലോബലി ഉള്ളൊരു പ്രതിഭാസം തന്നെയാണ്. ഇന്ത്യയിലെ
ആണെങ്കിൽ പോലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് കൂടുതലായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് അമേരിക്കയിലും ഉള്ളത്. ഇനി അമേരിക്കയിലെ വെള്ളിയാഴ്ച വന്നിട്ടുള്ള കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ വളരെ വീക്കാണ്. അതോടൊപ്പം തന്നെ റീറ്റെയിൽ റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ഫ്ലോസ് വരുന്നതും വളരെ വീക്കാണ്. ഒപ്പം ഈ ആഴ്ച US ഫെഡിൻ്റെ മീറ്റിംഗ് ആണ് 18-19 തീയതികളിൽ. US ഫെഡ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എല്ലാവർക്കും ഉള്ളത്. അതിനുശേഷമുള്ള മീറ്റിങ്ങിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ മാർക്കറ്റിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഇവൻറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാറ് അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ആർമി ഇപ്പോൾ യമന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും ആക്രമണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. യമനിലുള്ള ഹൂത്തി റിബൽസിന് അഗൻസ്റ്റ് ആയിട്ടാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അമേരിക്കയോട് വാറ് നിർത്തണം എന്നൊക്കെയാണ്. ഇത്തരത്തിലുള്ള പല ന്യൂസ് ഫ്ലോസും ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസും മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിൻ്റേതായ ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ ഒരു പക്ഷേ ക്രൂഡ് ഓയിലിലോ മറ്റു കമ്മോഡിറ്റികളിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അത്ര വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റുകളിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറവാണ്. ഇനി ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഡിഗ്രി ലെവലിലും വലിയ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ട്രെയിനിങ്, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും കൂടി ചൈനീസ് ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ഓൾറെഡി LKG ലെവൽ മുതൽ തന്നെ ഈ വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിലബസൊക്കെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ചൈനീസ് ഗവൺമെൻറ് ഇറക്കിയിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് വലിയ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് സുപ്രീമസി കണ്ടിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ അമേരിക്കയിലെ ടെക് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനീസ് കമ്പനികൾ വലിയ രീതിയിൽ മുന്നേറും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ചൈനീസ് ഗവൺമെൻറ്റുകൾക്കുള്ളത്. ഒപ്പം ചൈനയുടെ പുതിയ AI കമ്പനിയിൽ നിന്ന് വന്ന ഡീപ് സീക്ക് ഓൾമോസ്റ്റ് ചൈനയുടെ ഇപ്പോഴത്തെ എക്കണോമിക് ആക്ടിവിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ രംഗങ്ങളിലും ഡീപ് സീക്ക് വലിയ രീതിയിൽ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2 കൊല്ലം എങ്കിലും എടുക്കും ചൈനീസ് ജനത ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളൊക്കെ പഠിക്കാനെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. പക്ഷേ 2 മാസത്തിനുള്ളിൽ തന്നെ ചൈനീസ് ജനത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള ഡീപ് സീക്ക് R1 സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് ഓട്ടോമൊബൈൽസ്, സ്മാർട്ട് ഫോൺസ്, ഹോം അപ്ലയൻസസ്, ഹെൽത്ത് കെയർ എക്യുപ്മെൻറ്റ്സുകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും AI രംഗത്ത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് ഗവൺമെൻറ് അണ്ടറിലുള്ള ബൈദു വീണ്ടും പുതിയ AI ടൂളുകളായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു റെവല്യൂഷൻ തന്നെയാണ് ചൈനീസ് മാർക്കറ്റിൽ AI റിലേറ്റഡ് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ചൈനീസ് ടൂളുകൾ വന്നതിന് ശേഷമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ കുറവ് ചിപ്പുകളെ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളെല്ലാം പ്രവർത്തിക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ചൈനീസ് ടൂളുകളുടെ ലോഞ്ചിന് ശേഷം ഗ്ലോബലി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്നുള്ള പല കമ്പനികളും 2 ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ കൊണ്ട് AI ടൂളുകളും അതുപോലെ തന്നെ AIയും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഗൂഗിളും ഒരു GPU വെച്ചുകൊണ്ട് AI ടൂളുകൾ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പൊതുവേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത്, ജനറേറ്റീവ് AI രംഗത്ത്, ഏജൻറ്റിക് AI രംഗത്ത് വലിയ രീതിയിലുള്ള അഡോപ്ഷന് കാരണമാക്കും. അത് തീർച്ചയായിട്ടും ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കോർപ്പറേറ്റുകളിലൊക്കെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അതുപോലെ തന്നെ പുതിയ സ്കില്ല് അക്വയർ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സാലറി ഇൻക്രിമെൻ്റൊക്കെ എക്സിസ്റ്റിംഗ് ജോബിലുള്ള എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഗ്ലോബലി ഉള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. ജോബ് ക്രിയേഷനിലും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ജോബുകളൊക്കെ റീസ്കിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസിങ് ടൂളായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നൊരു ടൂളായിട്ട് ജനറേറ്റീവ് AIയും അതുപോലെ തന്നെ ഏജൻറ്റിക് AI മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ChatGPT അതുപോലെ തന്നെ ഡീപ് സീക്ക് ഇത്തരത്തിലുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് എക്സ്പെർട്ടൈസ് നേടേണ്ടത് ഭാവിയിലേക്ക് ആവശ്യം തന്നെയാണ്.
ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മുടെ ഫോറക്സ് റിസർവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാർച്ച് 7 അവസാനിച്ച ആഴ്ചയിൽ 15.26 ബില്യൺ US$ കൂടി 653.97 ബില്യൺ US$ ആയിരിക്കുകയാണ്. പോസിറ്റീവായിട്ട് ന്യൂസാണ് എക്കണോമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ NSEയുടെ സെബിയുടെ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഡാറ്റയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 93% ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും F&O ട്രേഡിൽ ലോസാണ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഇതിൻ്റെ ഒരു മുമ്പ് വന്നിട്ടുള്ള ഒരു സർവേയുടെ കണ്ടിന്യൂവേഷനാണ്. എന്നിരുന്നാലും 93% ഉയർന്നിരിക്കുകയാണ്. ആദ്യം 91% തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് സെബി വലിയ രീതിയിലുള്ള ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങിലുള്ള കൺട്രോളൊക്കെ കൊണ്ടുവരാനായിട്ട് കാരണമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൺട്രോൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. നമ്മൾ കഴിഞ്ഞ മാസത്തെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അസറ്റിൽ ചെറിയ ഇടിവൊക്കെ വന്നിട്ടുണ്ട്. അത് നോർമൽ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ഒരു ഇമ്പാക്റ്റ് ആണ്. അതേസമയം SIP നോക്കുകയാണെങ്കിൽ 25,999 കോടിയാണ് SIP ഫെബ്രുവരി മാസത്തിൽ വന്നിരിക്കുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന മന്തിനേക്കാളും അറൗണ്ട് 400 crore താഴെയാണ്. പക്ഷേ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമല്ല, മറിച്ച് ജനറലി മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കാവുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. വലിയ അലാമിങ് സിറ്റുവേഷൻ ഒന്നുമല്ല. ഇപ്പോഴും നമ്മുടെ ജനങ്ങൾ 26,000 കോടി രൂപ എവരി മന്ത് മാർക്കറ്റിലേക്ക് ഈ വീക്ക് സെൻറ്റിമെൻറ്റിലും പമ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ആക്ടിവിറ്റികൾക്ക് കാരണം. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവായിട്ട് എടുത്താൽ മതി. കാരണം ഈ ചെറിയ ഡിപ്പൊക്കെ സാധാരണ രീതിയിൽ സെൻറ്റിമെൻറ്റ് വീക്കാവുമ്പോഴുണ്ടാകുന്ന ഒരു ഡിപ്പ് മാത്രമാണ്. ഇനി നമ്മൾ കോർപ്പറേറ്റ് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ പ്രൈവറ്റ് ഇക്വിറ്റിയാണ് 40% അക്വയർ ചെയ്തിരിക്കുകയാണ്. കോൾട്ടെ പാട്ടീൽ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ഒരു ഓപ്പൺ ഓഫറും വരാം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓപ്പൺ ഓഫറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടി ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബ്ലൂംബർഗിൻ്റെ ഒരു സർവേ പറയുന്നത് ഗ്ലോബലി ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയറോസ്പേസ് ഡിഫൻസ് രംഗത്തുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ, ഡിജിറ്റൽ എക്കണോമി റിലേറ്റഡ് കമ്പനികൾ, കൺസ്യൂമർ ഗുഡ്സ് കമ്പനികൾ, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് കമ്പനികൾ, ഈ സെക്ടറിലാണ് 2025 ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബലി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് വരുന്നത്. എയറോസ്പേസ് ഡിഫൻസ് രംഗം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറോപ്പിലൊക്കെ വലിയ രീതിയിലാണ് ഡിഫൻസ് കമ്പനികളൊക്കെ മുന്നേറിയിട്ടുള്ളത്. അമേരിക്കയിലുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ അമേരിക്കയുടെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ യൂറോപ്യൻ കൺട്രികളെ ഡിഫൻസ് സ്പെൻഡിങ്ങിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇത് തന്നെ മറ്റു രാജ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചും ഇതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ അമേരിക്കയിലത്തെ ഡിഫൻസ് റിലേറ്റഡ് ഓർഡേഴ്സൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ GE എയറോസ്പേസിന് $5 ബില്യൺ ഓർഡറാണ് അമേരിക്കൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന US എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകൾക്കുള്ള F-15, F-16 ഫ്ലൈറ്റുകൾക്കുള്ള എയർക്രാഫ്റ്റുകൾക്കുള്ള എൻജിനാണ് ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്ലോബലി ഡിഫൻസ് റിലേറ്റഡ് സെക്ടറിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ്. ഇന്ത്യയിലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മുന്നേറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഷിപ്പ് ബിൽഡിംഗ് രംഗത്തുള്ള കമ്പനികൾ, ഡിഫൻസ് ഷിപ്പ് ബിൽഡിങ്ങിലുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, മസഗൺ ഡോക്ക്, അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ്, HAL, ഡാറ്റ പാറ്റേൺസ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, BEML, ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ സ്ലോലി ഒരു അപ്വേർഡ് മൊമെന്റം കാണാനുള്ള സാധ്യതകളാണ് ഗ്ലോബൽ ഫാക്ടേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് അതാത് സെക്ടറിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ക്രാഷ് ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ്. RBIയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്ററും വേവലാതിപ്പെടേണ്ട, കാരണം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽസ് ഇൻടാക്റ്റ് ആണ്. ഒപ്പം ഇൻഡസ്ഇൻഡ് ബാങ്കിനോട് ഈ Q4 തന്നെ എല്ലാ ഇഷ്യൂസും സെറ്റിൽ ചെയ്തുകൊണ്ട് ബാലൻസ് ഷീറ്റ് ക്ലീൻ അപ്പ് ചെയ്യുന്ന ഒരു പ്രവൃത്തി നടത്തിയിരിക്കണം എന്നുള്ളൊരു കാര്യം RBI നിഷ്കർഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇൻഡസ്ഇൻഡ് ബാങ്കിന്
ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം വലിയ ഒരു കോർപ്പറേറ്റ് സെഗ്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ബാങ്കാണ്. ഡെറിവേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ ഒരു ക്രാഷിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ റിസ്ക് എടുത്ത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് നൽകുന്നത്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് കിട്ടുന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെൻറ് 2015 മുതൽ നടപ്പാക്കിയിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ മറ്റ് ട്രസ്റ്റുകൾക്ക് ഗോൾഡ് വാങ്ങാനായിട്ടുള്ളൊരു സ്കീം 2016-17 സോവറിൻ ഗോൾഡ് ട്രാൻജെ 4 $2,943 രൂപയ്ക്കാണ് അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് അതിൻ്റെ റിഡംഷൻ എമൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8,624 രൂപ പെർ ഗ്രാമിന് ഗവൺമെൻറ് തിരിച്ചു വാങ്ങാണ്. 193% റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. നമ്മളൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോട് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഗോൾഡ് മൈൻ തന്നെയാണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് ട്രാൻജെ 4 റിഡംഷനിൽ കൂടെ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബോണ്ടുകൾ ഗവൺമെൻറ് ഫർദർ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ RBIക്ക് നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ഇത്തരത്തിലുള്ള പുതിയ ലോഞ്ചസ് ഒന്നും തന്നെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മാസം ഇതുവരെ 30,015 കോടി രൂപയുടെ സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 1,42,616 കോടിക്കുള്ള സ്റ്റോക്കുകളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിറ്റിരിക്കുന്നത്. അതേസമയം അവർ ബോണ്ട് മാർക്കറ്റിൽ ഇൻഫ്ലോ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് 23,000 കോടി രൂപ മാർച്ചിൽ ബോണ്ടിലേക്ക് ഗവൺമെൻറ് ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് അതാത് സെക്ടറിലൊക്കെ അതിൻ്റേതായ ചില വളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഓല ഇലക്ട്രിക്കിൻ്റെ സബ്സിഡറിക്ക് അഗൻസ്റ്റ് ആയിട്ട് 2 വെൻഡേഴ്സ് ഇൻസോൾവൻസി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. വെൻഡേഴ്സിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ള റീസണാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. പക്ഷേ വെഹിക്കിൾ രജിസ്ട്രേഷനും നമ്പർ പ്ലേറ്റും റിലേറ്റഡ് ന്യൂസാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. ഇനി നമ്മൾ ഗ്ലോബൽ സെമി കണ്ടക്ടർ രംഗത്തെ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വലിയ രീതിയിൽ അടുത്ത വർഷങ്ങളിലൊക്കെ മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇപ്പോഴത്തെ നമ്മൾ ഗ്ലോബൽ സെമി കണ്ടക്ടർ സൈസൊക്കെ നോക്കുകയാണെങ്കിൽ $573 ബില്യൺ അത് $1,000 ബില്യൺ ആയിട്ട് 2030 ഉയരുന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടറുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപകരിക്കുന്ന കെമിക്കൽസ്, ഗ്യാസസ്, എക്യുപ്മെൻറ്റുകളൊക്കെ നിർമ്മിക്കുന്ന സെക്ടറിലും വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഗ്രോത്ത് $240 ബില്യൺ ആണ് ഗ്ലോബലി. 2030 ആകുമ്പോഴേക്കും $420 ബില്യൺ ആയിട്ട് ഉയരുന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് അതിൽ 8 മുതൽ 10% വരെ മാർക്കറ്റ് ഷെയർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് അറൗണ്ട് $40 ബില്യൺ 42 ബില്യൺ ബിസിനസ് 2030 ആകുമ്പോഴേക്കും ഈ രംഗത്തുള്ള കമ്പനികൾക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ രംഗത്ത് കെമിക്കൽസ്, അതുപോലെ ഗ്യാസസ്, മറ്റ് എക്യുപ്മെൻറ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുണ്ട് ഇന്ത്യയിൽ. നമ്മൾ ആ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കെമിക്കൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ SRF ഉണ്ട്, അതുപോലെ തന്നെ തത്വചിന്തൻ ഫാമ ഉണ്ട്, അതുപോലെ തന്നെ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ഉണ്ട്, അനുപം രസായൻ ഉണ്ട്, അമി ഓർഗാനിക്സ് ഉണ്ട്, നവീൻ ഫ്ലോറിൻ ഉണ്ട്, ദീപക് ഫെർട്ടിലൈസർ ഒക്കെ ഉണ്ട്. ഈ കമ്പനികളൊക്കെയാണ് ഈ രംഗത്ത് പ്രമുഖമായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്യാസസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ലിൻഡേ ഇന്ത്യയാണ് സെമി കണ്ടക്ടർ രംഗത്ത് ഉപയോഗിക്കുന്ന ഗ്യാസസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. ഒപ്പം ടെക്നോളജി റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ ASM ടെക്നോളജീസ് ആണ് പല എക്യുപ്മെൻറ്റുകളും സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രംഗത്തുള്ള സർവീസസ് ഒക്കെ കൂടുതൽ ഓഫർ ചെയ്യുന്നത് വിപ്രോ, അതുപോലെ തന്നെ
SCL ടെക്നോളജീസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസാണ് ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായിരിക്കുമ്പോൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകും ഇത്തരത്തിലുള്ള ന്യൂസുകൾ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഇത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും മനസ്സിൽ കരുതി വയ്ക്കാവുന്ന ഒരു ന്യൂസാണ്. മാർക്കറ്റ് വലിയ രീതിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. ഒപ്പം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ രംഗം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വീണ്ടും US വലിയ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള അക്വിസിഷൻസ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും വലിയ രീതിയിലുള്ള അക്വിസിഷനൊക്കെയാണ് പല കമ്പനികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൺഫാർമി ഉണ്ട്, അതുപോലെ തന്നെ സൈഡസ് ലൈഫ് സയൻസസ് ഉണ്ട്, സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. ഈ കമ്പനികളൊക്കെ വലിയ രീതിയിലുള്ള അക്വിസിഷൻസ് ഒക്കെ റീസെൻ്റായിട്ട് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ താരിഫൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വാച്ച് ചെയ്യുന്നത് മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ നന്നായിരിക്കും. അതിനനുസരിച്ചുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നാളെ മാർക്കറ്റ് ആരംഭിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തേക്കാളും അറൗണ്ട് 125 പോയിൻറ്റ്സ് ബെറ്റർ ആയിട്ടാണ് നിഫ്റ്റിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അറൗണ്ട് 75 to 100 പോയിൻറ്റ് ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ ചൈനീസ് ഗവൺമെൻറ് സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ നാളെ അനൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ ചൈനീസ് സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമൊക്കെ കണ്ടേക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റിലുണ്ടാവാം. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് 5 മാസത്തെ കണ്ടിന്യൂസ് ഫാളായിരുന്നു ഫെബ്രുവരി 28 വരെ. മാർച്ച് ഫസ്റ്റ് വീക്ക് നമ്മൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ മാർച്ച് സെക്കൻഡ് വീക്കിൽ നമ്മൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ മാർച്ച് തേർഡ് വീക്ക് ഫോർത്ത് വീക്കിലൊക്കെ നമ്മൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. Q4 എൻഡ് ചെയ്യുന്ന മന്താണ്. അതുപോലെ തന്നെ ഈ ധനകാര്യ വർഷം എൻഡ് ചെയ്യുന്ന മന്തും കൂടിയാണ് മാർച്ച്. അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ചയിലും ബെറ്റർ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ക്ലോസിംഗ് ആയിരിക്കും. നാളെ ഓപ്പൺ ചെയ്യുന്ന ബെറ്റർ ആയിരിക്കും. സെലക്റ്റീവായിട്ട് നല്ല റിക്കവറിയൊക്കെ പല സ്റ്റോക്കുകളിലും കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ മേജറായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഡീലെന്ന് പറയുന്നത് എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ അണ്ടറിലുള്ള സ്റ്റാർലിങ്കും ഭാരതി എയർടെലും റിലയൻസും തമ്മിലാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർലിങ്കായിട്ട് ഈ രണ്ട് കമ്പനികളും ടൈപ്പിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. പക്ഷെ കോസ്റ്റ് ഒരു ഡിറ്ററൻ്റ് ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. കാരണം എലോൺ മസ്കിൻ്റെ അണ്ടറുള്ള സ്പേസ് എക്സിൻ്റെ കണക്ഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡിഷിന് മാത്രം 25,000 തൊട്ട് 30,000 രൂപ വരെ വേണം. മന്ത്ലി 5,000 തൊട്ട് 6,000 രൂപ വരെയൊക്കെയാണ് ഗ്ലോബൽ റേറ്റുകൾ. ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 400 തൊട്ട് 600 വരെയാണ് നമ്മുടെ റേറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും ഈ സ്പേസ് എക്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർലിങ്കിൻ്റെ പ്രൊഡക്റ്റുകൾ ബണ്ടിൽ ചെയ്തുകൊണ്ട് ലോ കോസ്റ്റിൽ ഓഫർ ചെയ്തേക്കാന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വരവ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു ഡിസ്റപ്ഷനൊക്കെ ഇന്ത്യൻ ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ കൂടാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ബാൻഡ്വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. എന്നിരുന്നാലും ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മുടെ 145 കോടി ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് സർവീസ് ലഭിക്കാൻ പോവുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ തന്നെയാണ് വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പനികളുണ്ട്, സൊമാറ്റോ, സ്വിഗ്ഗി. ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വീണ്ടും അവരുടെ ഏരിയ കൂടാണ്, സർവീസിങ് ഏരിയ കൂടാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതേസമയം
ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കേബിളുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കമ്പനികൾ, ടവറുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കമ്പനികൾ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ചെറുതായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്, ഒരു ഡിസ്റപ്റ്റീവ് ന്യൂസ് തന്നെയാണ്. ഇൻഡസ് ടവേഴ്സ്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇവർക്കൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. കാരണം ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമില്ല, കാരണം സാറ്റലൈറ്റിൽ കൂടിയാണ് ഇതിൻ്റെ സർവീസൊക്കെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും കഴിഞ്ഞ വർഷങ്ങളിൽ ഡിഫൻസ് അതുപോലെ തന്നെ എയറോസ്പേസ് രംഗത്തേക്കൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്തിരുന്നു. HFCL നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിനേക്കാളും കൂടുതൽ അവരിപ്പോൾ കോൺസെൻട്രേഷൻ ഡിഫൻസ് സർവീസസ് റിലേറ്റഡ് സെക്ടറിലൊക്കെയാണ്. പക്ഷേ ഈ സ്പേസ് എക്സിൻ്റെ വരവ് തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഒരു ബെറ്റർ ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത ദിവസങ്ങളിലും നല്ല രീതിയിൽ നമ്മുടെ മാർക്കറ്റ് സെലക്റ്റീവ് ആയിട്ടാണെങ്കിൽ പോലും മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് പുലർത്താം. ഇനി വേസ്റ്റ് കേസ് സിനാരിയോയിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയൊക്കെ വീണ്ടും താഴെ വരികയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ട് ലോ വരെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. വാല്യുവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ച് നമ്മൾ മറ്റ് മാർക്കറ്റുകളൊക്കെ ആയിട്ട് കമ്പയർ ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അട്രാക്റ്റീവ് ലെവലിലാണ്. സെലക്റ്റീവ് ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള റിക്കവറി തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ Q4 റിസൾട്ടുകൾ അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകളൊക്കെ വരികയാണ്. അതോടൊപ്പം കൂടി തന്നെ ട്രംപിൻ്റെ തീരുമാനങ്ങൾ, താരിഫ് റിലേറ്റഡ് തീരുമാനങ്ങൾ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കോട് കൂടിയൊക്കെ വന്നേക്കാം. ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെ ഒരു പരിധി വരെ ഡിസ്കൗണ്ടഡ് ആണ്, എന്നിരുന്നാലും വോളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാർക്കറ്റിലിരിക്കുക. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മുടെ മാർക്കറ്റിൻ്റെ ഭാവി വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ട്രെൻഡ് വളരെ പോസിറ്റീവാണ്. ട്രെൻഡ് ബുള്ളിഷ് ട്രെൻഡ് ഇൻടാക്ട്. ഷോർട്ട് ടൈമിൽ ഒരു പക്ഷേ വോളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.